വഖഫ് ബോർഡ് ചെയർമാനെതിരെ മുനമ്പം സമരസമിതി രംഗത്ത് തീവ്രവാദ സംഘടനകൾക്ക് ശക്തി പകരുന്ന പ്രസ്താവനയാണ് MK സക്കീറിന്റേതെന്ന് മുനമ്പം സമരസമിതി പറഞ്ഞു. മതേതരത്വം തകർക്കുന്ന പരാമർശമെന്നും MK സക്കീർ വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നും മുനമ്പം സമരസമിതി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം ഏത് മതമാണെന്ന് നോക്കാതെ കയ്യേറ്റക്കാരെ അവിടെ നിന്നും ഒഴിപ്പിക്കും. കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള കൂടുതൽ ശക്തമായ നടപടികൾ നേരിടേണ്ടി വരും എന്ന ഒരു ഭീഷണിയുടെ സ്വരം തന്നെയല്ലേ ഇപ്പോൾ MK സക്കീറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, മതത്തെ എടുത്തു പറഞ്ഞ ഒരു പ്രസ്താവന അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരസമിതി വീണ്ടും കൂടുതൽ പ്രതിഷേധങ്ങളുമായി രംഗത്തേക്ക് വരികയാണല്ലേ? ദേവിക, ഈ വഖഫ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ശക്തമാക്കുമെന്നും മുനമ്പത്ത് നടക്കുന്നത് കയ്യേറ്റങ്ങൾ മറച്ചുവെക്കാനായിട്ടുള്ള ശ്രമമെന്നുമായിരുന്നു കോഴിക്കോട് വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ പ്രതികരിച്ചത്. ഇതിലാണ് ഇപ്പോൾ നിലവിൽ മുനമ്പം സമരസമിതിയുടെ മറുപടി എത്തിയിരിക്കുന്നത്. തീവ്രവാദ സംഘടനകൾക്ക് ശക്തി പകരുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകുന്ന പ്രസ്താവനയാണ് MK സക്കീർ നടത്തിയിട്ടുള്ളത്. കേരള സമൂഹത്തിൽ സമാധാനം തകർക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഇത്. മതേതരത്വം തകർക്കുന്ന പരാമർശം പിൻവലിച്ചുകൊണ്ട് സ്ഥാനത്തു നിന്നും MK സക്കീർ രാജിവെക്കണമെന്ന് കൂടി മുനമ്പം സമരസമിതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ സക്കീർ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം കൂടി നടത്തുകയും ചെയ്തിരുന്നു. കയ്യേറ്റക്കാർ ആരായാലും ബോർഡ്, അതായത് വഖഫ് ബോർഡ് മതം നോക്കില്ല എന്നുള്ളതായിരുന്നു MK സക്കീറിന്റെ മറ്റൊരു പരാമർശം. ഇത്തരത്തിൽ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയതിന് പിന്നിൽ തീവ്രമായിട്ടുള്ള നിലപാടുകളുള്ള സംഘടനയെ സഹായിക്കുക എന്നുള്ള ഒരു രീതിയാണ് MK സക്കീർ പുലർത്തിയിരിക്കുന്നതെന്നാണ് മുനമ്പം സമരസമിതിയുടെ വിമർശനം. എന്തായാലും തങ്ങൾ നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ സമരവുമായിട്ടും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് വഖഫ് ബോർഡ് ചെയർമാൻ ഇത്തരമൊരു വിവാദ പരാമർശം നടത്തിയത്. അതിൽ അനുചിതമായിട്ടുള്ള ഈ പരാമർശം അത് കേരള സമൂഹം ഒന്നാകെ തള്ളിക്കളയുമെന്ന് തന്നെ മുനമ്പം സമരസമിതി നേതാവായിട്ടുള്ള ജോസഫ് ബിന്നി ജനം ടിവിയോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുനമ്പം സമരസമിതി MK സക്കീറിന്റെ വാക്കുകളെ അപ്പാടെ തള്ളിയിരിക്കുകയാണ്. ഒപ്പം തന്നെ സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യനല്ല MK സക്കീർ, അതുകൊണ്ട് തന്നെ രാജിവെക്കണം. അതോടൊപ്പം തന്നെ മതേതരത്വം തകർക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും പ്രസ്താവനയുമാണ് MK സക്കീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും മുനമ്പം സമരസമിതി നേതാവ് ജനം ടിവിയോട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും നിലവിൽ മുനമ്പത്ത് സമരം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലടക്കം ഈ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ എതിരായിട്ട് വഖഫ് സംരക്ഷണ വേദി നൽകിയിട്ടുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം മുനമ്പം സമരസമിതിയും കക്ഷി ചേർന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ തന്നെയാണ് MK സക്കീറിന്റെ ഭാഗത്തു നിന്നും മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അത്തരമൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മുനമ്പം സമരസമിതി ഈ പരാമർശത്തെ അപ്പാടെ തള്ളുകയും സക്കീറിന്റേത് തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനം പകരുന്ന പരാമർശമെന്നുമാണ് വിമർശനം നടത്തിയിരിക്കുന്നത്. ദേവിക.